10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് പ്രോസസ്സിലെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസണിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ലെസൺ വീഡിയോസ് കാണുക. 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കെമിസ്ട്രി ബേസിക്സ് എന്നൊരു ടോപ്പിക്കും ഉണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ 9ൽ പഠിപ്പിച്ച ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 10th കെമിസ്ട്രിയുടെ ബേസ് നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽസും MCQസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എല്ലാം ലഭ്യമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് വീഡിയോസ് ആണ് എല്ലാ ലെസൺസിനും അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ആർ റിസപ്റ്റേഴ്സ്? നമുക്കറിയാം ന്യൂറോൺസിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. അതിന്റെ സെൽ ബോഡിയിൽ നിന്ന് കുറച്ച് ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്, അതിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. പിന്നെ ഒരു ലോങ് ബ്രാഞ്ച് ഉണ്ട്, അതിനെ നമ്മൾ ആക്സോൺ എന്നും പറയുന്നു. അപ്പോൾ ഈ ചെറിയ ബ്രാഞ്ചസ് ആയ ഡെൻഡ്രൈറ്റ്സ് എൻവയറമെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അത് ഏത് തരത്തിലുള്ള സ്റ്റിമുലസ് ആണെങ്കിലും, ലൈറ്റ് ആകാം, ശബ്ദമാകാം, സ്പർശനമാകാം, അങ്ങനെ ഏത് സ്റ്റിമുലസും കളക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗത്തിനെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഓബ്വിയസ് ആണ്. വേർ ആർ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റഡ്? ഇപ്പോൾ നമുക്കറിയാം ഇതെല്ലാം റിസീവ് ചെയ്യുന്ന ഏത് ഭാഗമാണ്? നമ്മുടെ സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലാണ് ഇവ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 റിസപ്റ്റേഴ്സിന്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്മെല്ല്, അത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്, അത് മൂക്കിലാണ്. പിന്നെ ടങ്ങിൽ നമുക്ക് ടേസ്റ്റിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് എന്നും പറയുന്നു. ഹൗ ആർ ഇമ്പൾസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ? അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ്. ആദ്യം ഡെൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ചുറ്റുമുള്ള എൻവയറമെന്റിൽ നിന്ന് ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നു. എന്നിട്ട് അത് ആക്സോണിൽ കൂടി ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിൽ പാസ് ചെയ്തിട്ട് നെർവിന്റെ എൻഡിങ്ങിൽ എത്തുന്നു. ആക്സോണിന്റെ എൻഡിങ്ങിൽ ചില ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, നെർവ് എൻഡിങ്സ്. അവിടെ വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒരു കെമിക്കൽ ഇമ്പൾസ് ആയിട്ട് മാറുന്നു. കാരണം അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ കെമിക്കൽ ഫോമിൽ ഇത് ആ ഗ്യാപ്പ് ക്രോസ് ചെയ്തിട്ട് അടുത്ത ന്യൂറോണിലെത്തി വീണ്ടും ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ? അപ്പോൾ ചില സമയത്ത് ചിന്തിക്കാതെ തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതൊരു എമർജൻസി സിറ്റുവേഷനിലാണ് നടക്കുന്നത്. പെട്ടെന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചാൽ നമ്മൾ കണ്ണ് ചിമ്മുന്നത്, അല്ലെങ്കിൽ ഒരു പട്ടി അടിക്കാൻ വന്നാൽ നമ്മൾ ഓടും, അതല്ലെങ്കിൽ ഒരു ഇൻസെക്ട് വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും, ചൂടുള്ള വസ്തുവിൽ തൊട്ടാൽ കൈവലിക്കും. ഇതൊന്നും നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നതല്ല അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള സഡൻ ആക്ഷൻസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സ് പാത്വേ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനെ റിഫ്ലെക്സ് ആർക്ക് എന്നും പറയാം. കാരണം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഒരു സെമി സർക്കിൾ രൂപത്തിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം റിസപ്റ്റേഴ്സ് ആണ് ഇൻഫർമേഷനെ അക്വയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു സെൻസറി ന്യൂറോണിന് കൊടുക്കുന്നു. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്ന ന്യൂറോൺ ആണ്, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക്. പക്ഷെ റിഫ്ലെക്സ് ആക്ഷനിൽ ബ്രെയിൻ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല, സ്പൈനൽ കോഡാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ സെൻസറി ന്യൂറോൺ ഈ മെസ്സേജിനെ എവിടെ കൊണ്ടുപോകും? സ്പൈനൽ കോഡിൽ. സ്പൈനൽ കോഡിൽ ഒരു ചെറിയ ന്യൂറോൺ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് റിലേ ന്യൂറോൺ. ആ റിലേ ന്യൂറോണിൽ കൂടി കടന്ന് നമ്മൾ ചെയ്യേണ്ട ആക്ഷനുള്ള മെസ്സേജ് മോട്ടോർ ന്യൂറോൺ ഇഫക്ടർ മസിലിലേക്ക് കൊണ്ടുവരും. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കെലറ്റൽ മസിൽസിലേക്ക് വരുന്ന ന്യൂറോൺസ് ആണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് എവിടെ കൊടുക്കും? ഇഫക്ടർ മസിൽ. അപ്പോൾ എനിക്ക് കൈ വലിക്കണമെങ്കിൽ ഏത് മസിലാണോ കോൺട്രാക്ട് ചെയ്യേണ്ടത് അവിടേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് റിഫ്ലെക്സ് ആർക്ക്. ഇനി നെയിം ദ 3 പാർട്സ് ഓഫ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന് 3 പാർട്സ് ഉണ്ട്. ഫോർ ബ്രെയിൻ അല്ലെങ്കിൽ മുമ്പിലത്തെ ഭാഗം, മിഡ് ബ്രെയിൻ നടുക്കുള്ള ഭാഗം, ഹൈൻഡ് ബ്രെയിൻ പുറകിലുള്ള ഭാഗം. അപ്പൊ ഫോർ ബ്രെയിന് വീണ്ടും 3 പാർട്സ് ആണുള്ളത്. ഒരു വലിയ പാർട്ടാണ് സെറിബ്രം. അതുകൂടാതെ തലാമസും ഹൈപ്പോതലാമസും ഉണ്ട്. മിഡ് ബ്രെയിന്റെ പാർട്സ് നിങ്ങൾ പഠിക്കുന്നില്ല, അവിടെ 4 സ്പെറിക്കൽ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയും, പക്ഷെ നിങ്ങൾക്കത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹൈൻഡ് ബ്രെയിനിൽ വീണ്ടും 3 പാർട്സ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. സെറിബെല്ലം. അപ്പോൾ ഈ സെറിബ്രവും സെറിബെല്ലവും തമ്മിൽ മാറിപ്പോകരുത്. പോൺസ്, മെഡുല എന്നീ റീജിയൻസ് ആണ് ഹൈൻഡ് ബ്രെയിനിൽ ഉള്ളത്. ലിസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഫോർ ബ്രെയിൻ.
അപ്പൊ നമ്മുടെ ഫോർ ബ്രെയിൻ മെയിൻ ആയിട്ട് നമ്മളെ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെയാണ് നമുക്ക് തിങ്കിങ് സെന്റർ ഉള്ളത്. അതായത് നമ്മുടെ ഇൻട്രിക്കേറ്റ്ലി അറേഞ്ച്ഡ് ന്യൂറോൺസ് ഉണ്ട്, ഒത്തിരി ന്യൂറോൺസ് നമ്മളെ ആലോചിക്കാൻ, ബുദ്ധിപരമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. പിന്നെ റിസീവ് ഇമ്പൾസസ് ഫ്രം വേരിയസ് റിസപ്റ്റേഴ്സ്, പല പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ഈ ഇൻഫർമേഷനെ എല്ലാം റിസീവ് ചെയ്യാൻ അതിന് പ്രത്യേക ഏരിയാസ് ഉണ്ട്. എന്നിട്ട് അത് റിസീവ് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, ആ ഇൻഫർമേഷനെ ഇന്റർപ്രറ്റ് ചെയ്യണം അല്ലെ, എന്നിട്ട് അതിന് തക്കതായ റെസ്പോൺസും കൊടുക്കണം. അത് കഴിയുമ്പോൾ കൂടാതെ നമുക്ക് നമ്മുടെ സെറിബെല്ലത്തിൽ തന്നെ ഹങ്കർ സെന്റർ ഉണ്ട്. നമുക്ക് ഫീലിംഗ് ഓഫ് ഫുൾനെസ്, നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് ഈ ഹങ്കർ സെന്റർ ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെയാണ് വോളണ്ടറി ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ്? അപ്പോൾ നമുക്കറിയാം വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഫോർ ബ്രെയിൻ ആണ്. അപ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ആരൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഹൈൻഡ് ബ്രെയിൻ? ഹൈൻഡ് ബ്രെയിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ മെയിൻലി ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഇവിടെ 3 ഭാഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പോൺസിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നില്ല, അതൊരു കണക്റ്റിംഗ് ഏരിയ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മെഡുല്ലയുടെ 4 ഫങ്ഷൻസ് ഓർത്തു വയ്ക്കുക. അത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു, സലൈവേഷൻ കൺട്രോൾ ചെയ്യുന്നു, വൊമിറ്റിംഗ്, പിന്നെ റെസ്പിറേഷൻ റേറ്റും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓർത്തു വയ്ക്കുക 4 പോയിന്റ്സ്. അതുപോലെ സെറിബെല്ലം എന്നത് ഹൈൻഡ് ബ്രെയിന്റെ പാർട്ടാണ്. സെറിബെല്ലം മെയിൻ ആയിട്ട് നമ്മുടെ ബാലൻസിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൺട്രോൾസ് വാക്കിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ സ്പെല്ലിംഗ് തെറ്റി കേട്ടോ, അതൊന്ന് ക്ഷമിച്ചേക്കാം. പിന്നെ റൈഡിങ് എ ബൈസിക്കിൾ, പിക്കിംഗ് അപ്പ് എ പെൻസിൽ, ഇതൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ വേണ്ട കാര്യങ്ങളാണ്. പിന്നെ പ്രിസിഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻസ്, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഇപ്പൊ എഴുതാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല പ്രിസിഷൻ ഉണ്ടെങ്കിൽ പേന കറക്റ്റ് ആയിട്ട് അവിടെ പോയി എഴുതാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ മെയിൻറ്റെയിൻസ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി, നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാനും ഒക്കെ പറ്റുന്നത് ഈ സെറിബെല്ലം ഉള്ളത് കൊണ്ടാണ്. ഹൗ ഡസ് മസിൽ മൂവ്? നമ്മുടെ മസിൽസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചലിക്കാൻ പറ്റുന്നത്. അപ്പോൾ മസിൽ സെൽസ് മൂവ് ബൈ ചേഞ്ചിങ് ദെയർ ഷേപ്പ് ആൻഡ് ദേ ഷോർട്ടൻ. അതായത് മസിൽ ചുരുങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ മൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നത്. മസിൽ സെൽസ് ഹാവ് സ്പെഷ്യൽ പ്രോട്ടീൻസ് ഉണ്ട്. അതിനെ നമ്മൾ ശരിക്കും കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. ഈ പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെ മസിലിനെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് പറ്റും. അതെങ്ങനെയാണ്? ഈ പ്രോട്ടീൻസിന്റെ അറേഞ്ച്മെന്റിൽ വരുന്ന വ്യത്യാസം കൊണ്ട്. ഈ ന്യൂ അറേഞ്ച്മെന്റ് ഓഫ് ദീസ് പ്രോട്ടീൻസ് ഗീവ് ദ മസിൽ സെൽസ് എ ഷോർട്ടർ ഫോം. അത് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ചെറിയ ഫോമായിട്ട് മാറുന്നു. അങ്ങനെയാണ് നമ്മൾ മൂവ്മെന്റ് സാധ്യമാകുന്നത്. ഹൗ ഡസ് പ്ലാന്റ് മൂവ്? അപ്പോൾ വരുന്ന ചോദ്യമാണ്, പ്ലാന്റ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പ്ലാന്റ്സിന് മസിൽസ് ഇല്ല അല്ലെ, അപ്പൊ പിന്നെ എങ്ങനെയാ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നത്? പ്ലാന്റ് സെൽസിന് ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മസിൽസ് ഷേപ്പ് ചേഞ്ച് ചെയ്യും, അതിന് പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രോട്ടീൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിലെ വാട്ടറിന്റെ കണ്ടന്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ സെല്ല് സ്വെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതിന്റെ വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഷേപ്പ് ചേഞ്ച് ആവുകയും അതനുസരിച്ച് പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഹൗ ഡു ടെൻഡ്രിൽസ് മൂവ് അറൌണ്ട് എ സപ്പോർട്ട്? ടെൻഡ്രിൽസ് എങ്ങനെയാണ് ഒരു സപ്പോർട്ടിനെ ചുറ്റി പോകുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വീക്ക് സ്റ്റെംഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ലൈക്ക് പീ പ്ലാന്റിലൊക്കെ ഒരു ഫെൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടില് അത് ചുറ്റി പോകുന്നത് ഈ ടെൻഡ്രിൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്, ടച്ച് സെൻസിറ്റീവ് ആണ്. അത് ഒരു സപ്പോർട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ പാർട്ട് ഓഫ് ദ ടെൻഡ്രില് അത്ര വേഗത്തിൽ വളരില്ല, പക്ഷെ മറുഭാഗം വളരെ വേഗത്തിൽ വളരുന്നു. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഓക്സിന്റെ ട്രാൻസ്ലൊക്കേഷൻ ആണ്. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്. അപ്പോൾ ഈ പുറം ഭാഗം കൂടുതൽ വളരുന്നത് കൊണ്ട് തന്നെ ടെൻഡ്രില് ഒബ്ജക്റ്റിനെ സർക്കിൾ ചെയ്ത് പോകുന്നു. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ലെസൺ വീഡിയോ വിസിറ്റ് ചെയ്താൽ ഏതൊരു കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് ട്രോപ്പിക് മൂവ്മെന്റ്? പ്ലാന്റ്സിലുള്ള ഒരു പ്രത്യേകതരം മൂവ്മെന്റ് ആണ് ട്രോപ്പിക് മൂവ്മെന്റ്. ഇവിടെ ഏതെങ്കിലും സ്റ്റിമുലസിന് റെസ്പോൺസ് ആയിട്ട് പ്ലാന്റ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ്. ഇത് 4 തരത്തിലാണുള്ളത്. ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, കീമോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് ആണ്. അപ്പം ലൈറ്റിന്റെ റെസ്പോൺസ് ആയിട്ട് പ്ലാന്റ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇതിൽ റൂട്ട് എപ്പോഴും ലൈറ്റിന് എതിർ ദിശയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അത് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. അതേസമയം ഷൂട്ട് എപ്പോഴും ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് വളരുന്നത് കൊണ്ട് അത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിക് ആണ്. അടുത്തതാണ് ജിയോട്രോപ്പിസം. അപ്പോൾ ആ പേര് പറയുന്ന പോലെ ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റി അല്ലെ. അപ്പോൾ ഗ്രാവിറ്റിക്ക് നേരെ വളരുന്നത് ആരാണ്? ഷൂട്ട്സ്. അപ്പൊ റൂട്ട്സ്. അപ്പൊ റൂട്ട്സ്
പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. ഷൂട്ട് എഗൻസ്റ്റ് ഗ്രാവിറ്റി ആണ്, അപ്പൊ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. മൂന്നാമതുള്ളത് കീമോട്രോപ്പിസം, അതായത് കെമിക്കൽ സ്റ്റിമുലസിന് റെസ്പോൺസ് ആണ്. ഇവിടെ ഒരു പോളൻ വന്ന് സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്താൽ അത് ഓവറിയിലേക്ക് വളർന്നു പോകുന്നു, എന്നിട്ട് ഓവ്യൂളിൽ എത്തിച്ചേരുന്നു. ഇത് കെമിക്കൽ റെസ്പോൺസ് കൊണ്ടാണ്, അതിനെ നമ്മൾ കീമോട്രോപ്പിസം എന്ന് പറയുന്നു. ഇനി നാലാമതുള്ളതാണ് ഹൈഡ്രോട്രോപ്പിസം, മൂവ്മെന്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലസ് ഓഫ് വാട്ടർ. ഇവിടെ വാട്ടറിന്റെ ഡയറക്ഷനിലേക്ക് വളരുന്നത് ആരാണ്? റൂട്ട്സ് ആണ്. ഷൂട്ട്സ് നെഗറ്റീവ് ജിയോട്രോപ്പിസം ആണ്. ഇറ്റ്സ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമതായിട്ട് അത് നെർവസ് ടിഷ്യൂ കണക്ഷൻ ഉള്ള സെൽസിൽ മാത്രമേ എത്തിച്ചേരുന്നുള്ളൂ, അല്ലാതെ എല്ലാ സെൽസിലും അതിന് ഈ മെസ്സേജസ് കൊണ്ടെത്തിക്കാൻ സാധ്യമല്ല. രണ്ടാമത്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ആ സെല്ലിൽ കൂടി കടന്നു പോയാൽ അടുത്ത ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മെക്കാനിസത്തിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ബേസിസിലാണ് പോകുന്നത്, നമ്മൾ ഫിസിക്സിൽ പഠിക്കും. അപ്പം അതിനനുസരിച്ച് ഇതൊന്ന് റീസെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതാണ് ഒരു രണ്ടാമത്തെ ലിമിറ്റേഷൻ. അപ്പോൾ ഈ ചോദ്യത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് വേറൊരു രീതിയിൽ ചോദിക്കാം. നമുക്ക് ഈ നെർവസ് കോർഡിനേഷൻ കൂടാതെ കെമിക്കൽ കോർഡിനേഷൻ നമ്മുടെ ബോഡിയിലുണ്ട് അല്ലെ, ഹോർമോൺസ് മുഖാന്തരം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എന്തിനാണ് നമുക്ക് കെമിക്കൽ കോർഡിനേഷന്റെ ആവശ്യമുള്ളത്? അപ്പൊ അതിന് കാരണം എന്താ? ഈ ഇലക്ട്രിക്കൽ ഇതിന് കുറച്ച് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മറ്റൊരു മീൻസ് തേടേണ്ടി വരുന്നത്. അപ്പോൾ അവിടെയും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ രണ്ട് ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ലാസ്റ്റ് ചോദ്യം ഇതാണ്, ഹൗ ഈസ് മൂവ്മെന്റ് ഓഫ് ലീവ്സ് ഓഫ് ദ സെൻസിറ്റീവ് പ്ലാന്റ് ഡിഫറെന്റ് ഫ്രം മൂവ്മെന്റ് ഓഫ് എ ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ്? അതായത് തൊട്ടാവാഴിയുടെയൊക്കെ ഇലയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അതേസമയം ലൈറ്റിലോട്ട് വളരുന്ന ഒരു പ്ലാന്റിന്റെ മൂവ്മെന്റും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ഡിഫറൻസ് നമുക്ക് പറയാം. സെൻസിറ്റീവ് പ്ലാന്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്, അതായത് ടച്ചിന് റെസ്പോൺസ് ആണ്. അതിനെ തിഗ്മോട്രോപ്പിസം എന്ന് പറയാം. അതൊരു ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആണ്. പിന്നെ നാസ്റ്റിക് മൂവ്മെന്റ്സിന് ഡയറക്ഷനും ഇല്ല. അതേസമയം ലൈറ്റ് നേരെ വളരുന്ന പ്ലാന്റ് ഒരു ട്രോപ്പിക്കൽ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അതിനെ പറയുന്ന പേര് ഫോട്ടോട്രോപ്പിസം എന്നാണ്. അത് ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്, അത് ഗ്രോത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ അതൊരു ഡയറക്ഷൻ ആണ്, കാരണം ലൈറ്റിന്റെ നേരെ വളരാം ഷൂട്ടാണെങ്കിൽ, അതേസമയം റൂട്ട് ആണെങ്കിൽ എഗെയിൻസ്റ്റ്. അപ്പൊ അതൊരു ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇനി ഹോർമോൺ പാർട്ട് അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷന്റെ ക്വസ്റ്റ്യൻസ് മറ്റൊരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.